തൃശ്ശൂര് മ്യൂസിയത്തിന്റെ മുന്നിലുള്ള ഒരു ബ്ലോക്കാണത്. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടികൾ ഇതിനേക്കാളും അപകടസ്ഥിതിയിലായിരുന്നു ഒരാഴ്ച മുമ്പ് ഉണ്ടായിരുന്നത്. അതിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ മഴ സമയത്ത് തന്നെ ഇവര് ടാറിങ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ തകർന്നിട്ട് വീണ്ടും ഉരുളം കല്ലുകളാണ് കിടക്കുന്നത്. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാഹനങ്ങൾ വരുന്നുണ്ട്. വാഹനങ്ങൾ വരുമ്പോ ഈ കുഴിയില് ചാടാതിരിക്കാനായിട്ട് അതിന്റെ സൈഡിൽ കൂടെയാണ് എടുക്കുന്നത്. അപ്പോ അങ്ങനെയും അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ വണ്ടി വീണ ശബ്ദം കേട്ടത് കേട്ടോ. അപ്പോ ഈ പറയുന്ന രീതിയിൽ തൃശ്ശൂർ മ്യൂസിയത്തില് തൃശ്ശൂര് സെൻട്രലിൽ തന്നെ ഈ പറഞ്ഞ പോലെ അപകടസ്ഥിതികൾ ഉണ്ടാവുന്ന രീതിയിലാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. നടപ്പാതകൾ നോക്കുകയാണെങ്കിൽ തകർന്ന് കെടുക്കാണ് കേട്ടോ. ഇത് എവിടെയാണെന്നുള്ളത് നോക്കണം. അതായത് നമ്മുടെ തൃശ്ശൂര് പൊന്നാനി കോൾ വികസന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഓഫീസിന്റെ കോൾ വികസന അതോറിറ്റിയുടെ ഭാഗമായിട്ടുള്ള തൃശ്ശൂർ പൊന്നാനി ഭാഗമായിട്ടുള്ളതിന്റെ മുന്നിൽ തന്നെയാണ് ഈ നടപ്പാതയും ഇതും എടുക്കുന്നത്. അപ്പോൾ ഇവിടെ കോൾ വികസന അതോറിറ്റിയുടെ ഭാഗമായിട്ട് തൃശ്ശൂർ പൊന്നാനി ബേസ് ചെയ്തിട്ടുള്ള ഇതിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2024 പൊല്യൂഷൻ ടെസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ടുള്ള ഒരു വാഹനമാണ് ഇത് കേട്ടോ. 2024 അത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇത് നോക്കുകയാണെങ്കിൽ ഫെബ്രുവരിയിലും ഇതിന്റെ കഴിഞ്ഞു. ഇതുവരെ പൊല്യൂഷൻ ടെസ്റ്റോ കാര്യങ്ങളോ പുതുക്കാതെ നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിക്ക് ദോഷകരമായിട്ട് കോൾ വികസന അതോറിറ്റിയാണ് ഈ പറയുന്ന പോലെ നിയമം തെറ്റിച്ചുകൊണ്ട് നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പുറത്തുള്ള ഒരു വാഹനത്തിലേക്ക് കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫിറ്റ്നസ് എക്സ്പയർഡ് ആയിട്ടുള്ള ഫിറ്റ്നസ് കാലാവധി കഴിഞ്ഞിട്ടുള്ള ഒരു വാഹനമാണ്. വർഷങ്ങളായിട്ട് ഇവിടെ എനിക്ക് എടുക്കുന്നുണ്ട്. അത് ഫിറ്റ്നസ് കാലാവധി കഴിഞ്ഞിട്ട് അതിന്റെ ഫിറ്റ്നസ് നഷ്ടപ്പെട്ട് ഈ പറഞ്ഞ പോലെ 15 വർഷമാണല്ലോ, അത് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഇത് നേരെ കൊടുക്കുന്ന പരിപാടി ഇല്ല. അത് ദ്രവിച്ച് നശിച്ച് കഴിയുമ്പോഴാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഒരൊറ്റ കാര്യമുള്ളൂ, ഗവൺമെന്റ് ഒക്കെ ഒരുപാട് പുരോഗമിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഈ 2 വാഹനങ്ങളും പൊല്യൂഷൻ ടെസ്റ്റ് കഴിഞ്ഞിട്ട് കാലാവധി പുതുക്കിയിട്ടില്ല. ഇതിനു മുമ്പും ഗവൺമെന്റ് അതോറിറ്റീസിന്റെ വാഹനങ്ങൾ നമ്മൾ ഇതുപോലെ കാണിച്ചിട്ടുണ്ട്. ഒന്നും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതല്ല. ഒന്നും പ്രോപ്പറായിട്ട് MBD ആക്റ്റുകൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. കാരണം MBD എന്ന് പറയുന്നത് ഇതുപോലത്തെ ഉള്ള വാഹനങ്ങൾ ചെക്ക് ചെയ്യില്ല എന്നുള്ളതാണ്. ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള ഫണ്ട് ഗവൺമെന്റിൽ നിന്ന് വരുന്നുണ്ട്. അത് ഇവരുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഇതുപോലത്തെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവും കൂടിയാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ബൈ.